അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമൊക്കെ തന്നെയല്ലേ? എനിക്കും സുഖം, അൽഹംദുലില്ലാ. ഇന്നങ്ങനെ ഞങ്ങൾ കാപ്പി കുടിയൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് എഴുന്നേച്ചപ്പോഴത്തേക്ക് അല്പം താമസിച്ചു പോയി. എന്നുവെച്ചാൽ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി നേരം കൂടി അങ്ങ് കിടക്കും. അന്നേരത്തേക്ക് എണീച്ച് വന്നപ്പം എൻ്റെ മോനിക്ക് വിശക്കുന്നു. അവൻ എന്തെങ്കിലും അന്നേരം കഴിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ പിന്നെ വലിയ റിസ്ക് എടുത്തുള്ളതൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. അത് ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കറി ഉണ്ടാക്കാൻ നിൽക്കണം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വെള്ളവും കൊഴുക്കട്ടയും ഉണ്ടാക്കി കൊടുത്ത്. അതാകുമ്പോൾ എളുപ്പമല്ലേ. അതുകൊണ്ട് വെള്ളവും കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തതിന് ശേഷം ഇക്ക മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇക്ക ഇന്ന് നേരത്തെ വന്നു. അങ്ങനെ ഞാൻ കറിക്കൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കറിയൊക്കെ അരച്ച് വെച്ചിട്ട് മീൻ അയിലയായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് പെട്ടെന്ന് തന്നെ പോയി കഴുകി വൃത്തിയാക്കി സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തലയൊക്കെ എടുക്കാറുണ്ട് അയിലയുടെയൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തല. അങ്ങനെ കറി ഒരുവിധം തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് മീനൊക്കെ എടുത്തിട്ട് കൊടുക്കാം. പിന്നെ തോരൻ വയ്ക്കാനായിട്ട് ഒന്നുമില്ലായിരുന്നു. ഞാനങ്ങനെ വെളിയിലൊരു കപ്പ ഇപ്പോൾ ഉണ്ട്. ഞാൻ അതിൽ പോയി നോക്കി ജസ്റ്റ് കപ്പയ്ക്ക് വല്ലതും നിൽപ്പുണ്ടോയെന്ന്. ഇവിടെ മിക്കുള്ള ദിവസം കപ്പ തോരൻ തന്നെ. എന്തെന്ന് വെച്ചാൽ ഒന്നും ഇല്ലാത്തപ്പോൾ ഞാൻ അത് തന്നെ എനിക്ക് എളുപ്പവും അതാണ്. ഞാനതുകൊണ്ട് കപ്പത്തോരനാണ് മിക്കുള്ള ദിവസവും വയ്ക്കാറ്. തോരൻ വെച്ചാൽ ഇവിടെ പിടിക്കത്തില്ല. ഇക്കാക്ക് വിഴുക്ക് വരട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇക്കാക്ക് മീൻകറി ഇല്ലെങ്കിലും തോരൻ എന്തെങ്കിലും മസ്റ്റാണ്. ഇക്കാക്ക് എന്തെങ്കിലും തോരൻ മതി. ഞാൻ ചില ദിവസം ഒന്നുമില്ലെങ്കിൽ വെക്കാതെ ഇരിക്കുക എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പോയി. അന്ന് ഇതേണൊക്കെ ചോദിക്കും ഒന്നും കിട്ടിയില്ലെന്ന്. അന്നേരം ചോദിക്കുകയും ചെയ്യും, കപ്പയ്ക്കെങ്കിലും കുത്തിയിട്ട് വിഴുക്കെങ്കിലും വരട്ടിക്കൂടെ. അതുകൊണ്ട് ഞാൻ ഒന്നുമില്ലാത്തപ്പം അത് തന്നെ എൻ്റെ പരിപാടി. കപ്പയ്ക്ക പോയി കുത്തിയിട്ട് കൊണ്ടുവരും, ഒരു വിഴുക്ക് വരട്ടി വെച്ച് വയ്ക്കും. അത് ഭയങ്കര ഇഷ്ടമാണ്. തോരൻ വെച്ചാൽ ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കത്തതേ ഉള്ളൂ, ആരും കഴിക്കത്തില്ല. വിഴുക്ക് വരട്ടി ആകുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് തന്നെ പാത്രം ക്ലീനാക്കി തരും. അത് തീരുകയും ചെയ്യും. അതുകൊണ്ട് കപ്പയ്ക്കൊക്കെ കുത്തി കൊണ്ടുവന്ന് ഞാൻ തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതിനകത്ത് ലേശം വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ലേശം വെളിച്ചെണ്ണ ഉപയോഗിച്ചു. അതിനകത്ത് കടുകും പിന്നെ ഉഴുന്നുപരിപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു. ഉഴുന്നുപരിപ്പും ചേർത്ത് പിന്നെ അതിനകത്ത് ലേശം കൈവെള്ളം കുടഞ്ഞ് ആവിയിൽ വേവിച്ചാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ആവിയിൽ വേവിച്ചെടുത്തതായിരുന്നു. മറ്റേത് ഞാൻ എണ്ണയ്ക്കകത്ത് കുളിക്കുമായിരുന്നു. ഇവിടെ ഇക്ക എന്നെ വഴക്ക് പറയാറുണ്ട്, ഏതെടുത്താലും എണ്ണയുടെ ഇതാണെന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ എല്ലാം വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാറാണ്. അങ്ങനെ സിങ്ങിൽ 2-3 പാത്രമൊക്കെ കിടന്നു. അതൊക്കെ കഴുകി വൃത്തിയാക്കി പിന്നെ വിഴുക്ക് വരട്ടിക്കുള്ള തേങ്ങയെല്ലാം തിരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇക്ക ഇച്ചിരി നേരത്തെ വന്നാലും ഇക്ക കയറി അങ്ങ് കിടക്കും. എന്ന് വെച്ചാൽ വെളുപ്പിനെയൊക്കെ പോയിട്ട് വരുന്നില്ലേ. അതുകൊണ്ട് ഇക്ക നേരത്തെ വരുമ്പോഴേക്ക് ഒന്ന് ജസ്റ്റ് കിടന്ന് മയങ്ങിയതിന് ശേഷമൊക്കെയാണ് എണീക്കാറ്. അങ്ങനെ ഇക്ക എഴുന്നേച്ച് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വിഴുക്ക് വരട്ടിയും കൂടി വെന്താൽ മതിയായിരുന്നു. അങ്ങനെ ഇക്കായെ ഞാൻ ഉണ്ണാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചോറുണ്ണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചില ദിവസം ഇക്ക വരുന്നതിൻ്റെ അന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ആഹാരം കഴിക്കാറ്. അങ്ങനെ ചട്ടിയോടൊക്കെ ഞാൻ കൊണ്ടുവച്ച് സെർവ് ചെയ്തു. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചു. പിന്നെ എൻ്റെ മോൾക്ക് മീൻ കറിയൊന്നും വേണ്ട, അത് മോര് അങ്ങനെയൊക്കെ ഉള്ള ഇത് മതി. കപ്പയ്ക്കൊന്നും കഴിക്കില്ല. അവൾക്ക് മുരിങ്ങയ്ക്ക അവിയലോ അങ്ങനെയൊക്കെ ഉള്ള ഐറ്റം മതി. അവൾക്ക് പിന്നെ ഒരു മുട്ട പൊരിച്ചതും മോരും ഒക്കെ കാച്ചി കൊടുത്ത്. ഇന്നത്തെ വീഡിയോ